നിയമസഭാ സമ്മേളനം തുടങ്ങുകയാണ്. ബാർക്കോഴ വിഷയവും ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. റോജി എം ജോൺ സഭയിൽ അടിയന്തര പ്രമേയം ഉന്നയിക്കും. മദ്യനയത്തിൽ വിജിലൻസ് അന്വേഷണം വേണം എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ച് കത്ത് നൽകിയിട്ടുണ്ട്. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രശാന്ത്, ഗുരുതരമായ ഒരു ആരോപണമായിരുന്നു ഒരു ഘട്ടത്തിൽ. അതിന് ആ ദിവസം തന്നെ MP രാജേഷ് തന്നെ പോലീസ് മേധാവിക്ക് പരാതി നൽകുന്നു, അന്വേഷണം ആവശ്യപ്പെടുന്നു. അത് കഴിഞ്ഞ് അതിൽ എന്ത് നടന്നു എന്ന് നമുക്കറിയില്ല. ഈ പ്രതിപക്ഷം ഈ വിഷയം എങ്ങനെയാണ് സഭയിൽ ഉന്നയിക്കുക? ഇപ്പോൾ നിയമസഭാ സാമാജികരുടെ ഫോട്ടോ സെഷൻ നടക്കുകയാണ്. അടുത്ത അരമണിക്കൂറിനുള്ളിൽ തന്നെ സഭ പുനരാരംഭിക്കും. പ്രധാനമായും ബാർക്കോഴ ആരോപണം സഭയിലേക്ക് വരികയാണ്. യു ഡി എഫ് സർക്കാരിനെ അന്ന് പിടിച്ചു കുലുക്കിയ ബാർക്കോഴ ആരോപണം പുതിയ രീതിയിൽ LDF സർക്കാരിനെ അഭിമുഖീകരിക്കേണ്ടി വരുന്നു. ഈ വിഷയം ഇന്നിപ്പോൾ പ്രതിപക്ഷ നിയമസഭയിൽ അടിയന്തര പ്രമേയമായി കൊണ്ടുവരുന്നത് റോജി എം ജോൺ ആണ്. അതായത് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് വിജിലൻസ് അന്വേഷണവും ജുഡീഷ്യൽ എൻക്വയറിയുമാണ്. മന്ത്രിമാർ, ഉദ്യോഗസ്ഥർ, ഒപ്പം തന്നെ ഈ ബാറുമായി ബന്ധപ്പെട്ട ബാർ ഓണേഴ്സ് ഇവരെല്ലാം ചേർന്ന ഒരു വലിയ തരത്തിലുള്ള ഒരു അഴിമതി ബാർക്കോഴ നടന്നിട്ടുണ്ട്. അതായത് സർക്കാരിന്റെ ബാർ നയം, മദ്യനയം തിരുത്തുന്നതിന് വേണ്ടിയുള്ള കോഴ ഒഴുക്ക് നടന്നിട്ടുണ്ട് എന്നതാണ്. അത് ഈ ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹി അനിമോന്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നതിലൂടെ ഇത് വ്യക്തമായിരിക്കുകയാണ്. ആദ്യം അനിമോൻ ഇട്ട ശബ്ദരേഖ പിന്നീട് അദ്ദേഹം നിഷേധിച്ചു. അത് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട പിരിവിനാണ് എന്നതെല്ലാം പറഞ്ഞെങ്കിലും പ്രതിപക്ഷം ഇത് രാഷ്ട്രീയമായി ഏറ്റെടുത്തിരിക്കുന്നു. കാരണം ഇന്നിപ്പോൾ നിയമസഭയ്ക്കകത്ത് ഈ വിഷയം അടിയന്തര പ്രമേയമായി കൊണ്ടുവരുന്നതിന് മുൻപ് രാവിലെ പ്രതിപക്ഷ നേതാവ് ഈ വിജിലൻസിന് കത്ത് നൽകിയിരിക്കുകയാണ്. ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം, അതായത് മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും മറ്റ് രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും ബാർ ഓണേഴ്സുമായി ബന്ധപ്പെട്ടവരുടെയും എല്ലാം തന്നെ പങ്ക് അന്വേഷണത്തിലൂടെ പുറത്തു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് നൽകിയിരിക്കുകയാണ്. അതേസമയം തന്നെ നിയമസഭയ്ക്കകത്ത് ഈ വിഷയം ഇന്നിപ്പോൾ വരുമ്പോൾ സഭ പ്രക്ഷുബ്ധമാകും. തീർച്ചയായും സഭ ഇന്നിപ്പോൾ അലങ്കോലപ്പെട്ട് പിരിയാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം ഈ ആദ്യം ഈ അനിമോന്റെ ശബ്ദരേഖ പിന്നീട് അദ്ദേഹം നിഷേധിച്ചെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥ തലത്തിലുള്ള ചർച്ചകൾ മദ്യനയം തിരുത്തുന്നതുമായി ബന്ധപ്പെട്ട് നടന്നു എന്നതിന്റെ തെളിവുകൾ പുറത്തു വന്നതാണ്. കാരണം ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം മദ്യനയം സംബന്ധിച്ച ചർച്ചകൾ അത് ടൂറിസം സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ടൂറിസം സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം KTDCയുടെ മേധാവികൾ നടത്തുകയും ചെയ്തിരുന്നു. ഇതെല്ലാം പറയുമ്പോഴും സർക്കാർ, അതായത് എക്സൈസ് മന്ത്രിയാണെങ്കിലും ടൂറിസം മന്ത്രിയാണെങ്കിലും ഇക്കാര്യങ്ങൾ വിശദീകരിക്കുന്നത് സർക്കാർ തലത്തിൽ ഇത്തരം ആലോചന നടന്നിട്ടില്ല എന്നതാണ്. ചീഫ് സെക്രട്ടറി തലത്തിൽ ഇത് വിശദീകരിക്കുന്നത് ഇത് ഒരു റൂട്ടീൻ മീറ്റിംഗ് എന്നതാണ്. അങ്ങനെയെല്ലാം പറഞ്ഞൊഴിയുമ്പോഴും സംശയങ്ങൾ ഒട്ടേറെ നിലനിൽക്കുന്നു. കാരണം ഒരു മദ്യനയം തിരുത്താനുള്ള ആലോചനകൾ നടന്നിട്ടില്ല എന്ന് പറയുമ്പോഴും ഇത്തരത്തിൽ ഒരു പണപ്പിരിവിന് വേണ്ടിയുള്ള ഒരു ആഹ്വാനം, അത് മദ്യനയം ബാറുകാർക്ക് അനുകൂലമായ ഒരു നിലപാടുകൾ സർക്കാരിന്റെ ഭാഗത്ത് വിജിലൻസ് അന്വേഷണം വേണം മാറിയ മദ്യനയത്തിൽ എന്നാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആവശ്യം.